ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ രസിക്കുക, വചനത്തെ അനുസരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ നാം നമ്മുടെ ഹൃദയത്തിൽ ഭരമേൽപ്പിക്കാതെ ആ വിഷയങ്ങളെ ദൈവത്തിന് ഭരമേൽപ്പിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്ന ഏതു വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ നാം ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ വിശ്വാസ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നേരിട്ടാലും അതെല്ലാം ഭരമേൽപ്പിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തനങ്ങൾ 55:22 എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം വായിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, നമ്മളോട് പറയുന്നു, സഹോദര സഹോദരി, മകനെ മകളെ, മാതാവേ പിതാവേ, നിൻ്റെ ഭാരം, നിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഭാരം, നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഭാരം, വലിയ ഭാരമാണ് നിൻ്റെ ഹൃദയത്തിൽ. ആ ഭാരം നീ വെച്ചുകൊണ്ട് നടക്കണ്ട, വെച്ചുകൊണ്ട് ജോലിക്ക് പോകണ്ട, വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണ്ട, വെച്ചുകൊണ്ട് ഉറങ്ങണ്ട, വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കണ്ട. നീ അത് വെക്കണ്ട ഒരു സ്ഥലമുണ്ട്. അത് നീ ആരാധിക്കുന്ന, നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നീ കൊടുക്കണം. ആമേൻ. ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഭാരത്തെ വെക്കുമ്പോൾ നിൻ്റെ ഭാരം കൂടുമെന്നല്ല വായിച്ചത്, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കും, അവൻ നിൻ്റെ ജീവിതത്തെ പുലർത്തും, അവൻ നിൻ്റെ ഭാവിയെ പുലർത്തും, അവൻ നിൻ്റെ കുടുംബത്തെ പുലർത്തും. അവൻ നീ ഭാരപ്പെടുന്ന വിഷയം നിന്നിൽ നിന്നെടുത്തിട്ട് നിന്നെ പുലർത്താൻ ശക്തനായ ദൈവമാണ്. ഇവിടെ വായിക്കുന്ന നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്നിട്ട് അടുത്തത് പറയും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എത്രയോ ശക്തമായ ദൂതാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. പ്രിയരെ, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. നിൻ്റെ ഭാരം നീ ദൈവത്തിൻ്റെ കയ്യിൽ വെച്ചാൽ അവൻ നിന്നെ പുലർത്തുമെന്ന് മാത്രമല്ല, ഒരു നാളും കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിൻ്റെ വിശ്വാസ ജീവിതം കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിൻ്റെ കുടുംബ ജീവിതം കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിൻ്റെ പ്രാർത്ഥനാ ജീവിതം കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിൻ്റെ ശുശ്രൂഷ ജീവിതം കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ ഭാരങ്ങൾ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടെ ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും, ഞാൻ തകർന്നു പോകുമോ എന്നുള്ളൊരു ചിന്ത നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ വചനം താങ്കളോടുള്ള ദൈവത്തിൻ്റെ മെസ്സേജാണ്. നീ നിൻ്റെ ഭാരം ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. നിന്നെ പുലർത്താൻ ശക്തനായ ഒരുവനുണ്ട്. നീ കുലുങ്ങിപ്പോകാൻ ഈ ദൈവം ഒരു നാൾ സമ്മതിക്കത്തില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നും സന്തോഷമല്ല കേട്ടോ. കഷ്ടവും ദുഃഖവും പ്രയാസവും ഒക്കെ ഈ ലോക ജീവിതത്തിൽ വരും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. ഒന്നും നമ്മളെ ഉടച്ചു കളഞ്ഞില്ലല്ലേ. ഉടഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിച്ചു, തകരുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ തമ്പുരാൻ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മളെ എത്ര തവണ പുലർത്തിയിട്ടുണ്ട്. ഇന്നലകളിൽ വഴി നടത്താൻ ഈ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഈ നിമിഷവും നിന്നെ പുലർത്താൻ അവൻ വിശ്വസ്തനാണ്. കാരണം ഇന്നലെയും ഇന്നും എന്നേക്കും അവിടുന്ന് അനന്യനാണ്. നാളെ ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. കാലം മുൻപോട്ട് പോകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ നിന്നും കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 തൊട്ട്
23 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വിശ്വാസികളെക്കുറിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുതിയ നിയമ വിശ്വാസികളെക്കുറിച്ച് ദൈവവചനം പറയുന്നത്. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. കണ്ടോ, ദൈവം പറയുക, നീ ദൈവത്തെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് മനോബോധം നിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിമിത്തം അന്യായമായിട്ട്, നിൻ്റെ കയ്യിൽ തെറ്റുണ്ടായിട്ട് നീ കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം, ദൈവിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു ധ്വനിയുണ്ട്. അങ്ങനെ അന്യായമായി കഷ്ടവും ദുഃഖവും സഹിക്കാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ അത് പ്രസാദമാണ്, ദൈവത്തിന് പ്രസാദമാണ്. അടുത്തത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, ഈ ദിവസങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടം നന്മ ചെയ്തിട്ടാണോ? ഭാരപ്പെടേണ്ട, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നീ സഹിക്കുന്നതാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. എന്നിട്ട് 21-ാം വാക്യം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് പറയുക, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത്, തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. യേശു ചെയ്തത് കണ്ടോ? ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം ഭരമേൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ കയ്യിൽ താൻ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചു. കാരണം ന്യായമായി വിധിക്കുന്നവനാണ് സ്വർഗസ്ഥനായ പിതാവ്. തന്നെ ശകാരിച്ചു, പക്ഷെ തിരിച്ച് ശകാരിച്ചില്ല, പകരം ഒന്നും ചെയ്യാൻ പോയില്ല, കഷ്ടമങ്ങ് അനുഭവിച്ചു. ഭീഷണമൊന്നും പറഞ്ഞില്ല കേട്ടോ, പക്ഷേ ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ നിൻ്റെ കാര്യം എവിടെ പരമേൽപ്പിക്കുന്നത്? മനുഷ്യരിലാണോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് കേട്ടോ. നീ കാര്യം ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. നീ കാര്യം ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നീ അത് അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. നീ കാര്യം ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവനത് നിർവഹിക്കും. നീ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതാണ് പ്രിയരെ, ഒന്നാമത് സങ്കീർത്തനം 37:5 വായിക്കുന്നത്. നീ കാര്യങ്ങളെ ഭരമേൽപ്പിക്കണമെന്ന് പറയുമ്പോൾ, ഒന്ന്, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിൻ്റെ മനസ്സിനകത്ത് ഒരുപാട് പ്ലാനുകളില്ലേ, ഒരുപാട് പ്ലാനിങ് ഇല്ലേ? ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലോട്ടം കൊടുക്കുക. എന്നിട്ട് കൊടുത്തേച്ച് ലോകത്തിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കുക. ഇന്നാൾ എന്നെ സഹായിക്കും, ഇന്നാളിനെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് മഹത്വം മനുഷ്യരിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കരുത്. മഹത്വം ദൈവത്തിന് കൊടുക്കുക. യഹോവയെ ഭരമേൽപ്പിക്കുക, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അങ്ങനെ പറ, അവനിൽ തന്നെ ആശ്രയിക്കുക. എടാ, വഴി കാണിച്ചു തരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച് എത്തേണ്ടിടത്ത് എത്തിക്കാൻ ദൈവത്തിന് അറിയാം. നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ, നീ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് തന്നെ നിനക്ക് വേണ്ടിയുള്ള സകലതും ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിന്നെ അയച്ചതെന്ന് നീ വിശ്വസിക്കുക. ആമേൻ. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ആരൊക്കെ ദൈവത്തിൽ തങ്ങളുടെ വഴി ഭരമേൽപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തിൽ വഴി ഭരമേൽപ്പിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ, അവരുടെ വഴി നിർവഹിച്ച, അവരുടെ കാര്യം നിർവഹിച്ച ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക, ദൈവത്തിൽ പൂർണ്ണമായി അങ്ങ് ആശ്രയിക്ക്, അവനത് നിർവഹിക്കും, അവനത് നിർവഹിക്കും. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ചില കാര്യങ്ങളെ നിർവഹിക്കാൻ ശക്തനായൊരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ കയ്യിൽ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിലോട്ട് കാര്യം കൊടുക്കുക, കാര്യങ്ങളെ നിർവഹിക്കുന്നവൻ്റെ കയ്യിലോട്ട് കാര്യങ്ങളെ കൊടുക്കുക. ഒന്ന്, വഴി ദൈവത്തിൻ്റെ കയ്യിലോട്ടും കൊടുക്കണം.
നിൻ്റെ വഴി യഹോവയിൽ ഭാരമേൽപ്പിക്കുക. ആ പദമാകട്ടോ ഇന്നത്തെ ദൂതിൻ്റെ ആധാരം. ഭാരമേൽപ്പിക്കണം. പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുക എന്ന് പറ. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുക എന്ന് പറ. എൻ്റെ ഭാവിയുടെ കാര്യം ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുക. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. പക്ഷേ നിൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്നകൽ. അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല കേട്ടോ. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും സ്ഥിരമാക്കുന്ന, സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. 2, വെറുതെ അങ്ങ് ഭരമേൽപ്പിച്ചെന്ന് പറഞ്ഞങ്ങ് തീർത്തുമല്ല. ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവാം. ഭരമേൽപ്പിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 14:23 ആ 14-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എങ്കിലും ഇതൊരു ലഘു സന്ദേശമായതുകൊണ്ട് 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. പൗലോസിനെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. പൗലോസും ബർന്നബാസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 14:23 വായിക്കുന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. അവരെന്ത് ചെയ്തു? കർത്താവിൻ്റെ കയ്യിൽ വിശ്വാസികളെ ഭരമേൽപ്പിച്ചു. വിശ്വാസികളെ ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മൂപ്പന്മാരെയൊക്കെ അവിടെ നിയമിച്ചാക്കിയെന്ന് പറയുമ്പോൾ എങ്ങനെ അവർ ഭരമേൽപ്പിച്ച് കൊടുത്ത കർത്താവിൻ്റെ കയ്യിലോട്ട് അവരെ കൊടുത്തത്? ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഭരമേൽപ്പിച്ചെന്ന് അപ്പോസ്തലപ്രവൃത്തി 14:23. അപ്പോൾ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ചെയ്യുന്നത്? പ്രാക്ടിക്കലി എങ്ങനെ അത് ചെയ്യുന്നത്? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ കയ്യിലോട്ടും കൊടുക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കാര്യം കൊടുക്കാവോ? ഉപവസിച്ച് കർത്താവിൻ്റെ കയ്യിലോട്ട് കാര്യങ്ങൾ കൊടുക്കാവോ? ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഭരമേൽപ്പിച്ചു. അതേ പ്രിയരെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാര്യങ്ങളെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ദൈവം കാര്യങ്ങളെ ചെയ്യും. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ആ കാര്യങ്ങളെ എങ്ങനെ ഭരമേൽപ്പിക്കേണ്ടത്? ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വേണം കാര്യങ്ങളെ ഭരമേൽപ്പിക്കാൻ. പ്രിയരെ, ഈ ലോകത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഫോൺ ഉപയോഗിച്ചോ പല കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ, ലാസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ, സാധാരണ രീതിയിൽ ഫീസൊക്കെ അടച്ചിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യുന്ന അവസാന സ്റ്റെപ്പ് പണവും അടച്ചു കഴിയുമ്പോഴത്തേക്ക് അവരൊരു കൺഫർമേഷൻ മെസ്സേജ് അയക്കും. ഒന്നീ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ സ്ക്രീനിലോ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയെന്നും പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സാധനം കൂടെ കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉറപ്പ് അപ്ലൈ ചെയ്തു. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കിട്ടും? അവസാനം ഒരു ലെറ്റർ തരും. പേര്, നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും എല്ലാം കൂടെ തരും. അതൊരു ഉറപ്പാണ്. നമ്മൾ കാര്യം എവിടെ ഭരമേൽപ്പിച്ചു? ആ വെബ്സൈറ്റിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞു. അതിൻ്റെ കൺഫർമേഷൻ കിട്ടി, ചെയ്തു. ഇനി ബാക്കി കാര്യം ആര് ചെയ്യും? ആ ഓഫീസിലിരിക്കുന്നവർ. നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാര്യം ദൈവകരങ്ങളിൽ കൊടുത്താൽ പിന്നെ അതിനെ ഓർത്ത് നീ ആശങ്കപ്പെടേണ്ട. നീതിയോടെ ന്യായത്തോടെ കാര്യങ്ങളെ നടത്തിത്തരുന്ന ഒരു ദൈവത്തിൻ്റെ കയ്യിലാണ് നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കാര്യങ്ങളെ കൊടുത്തത്. അപ്പോൾ വഴി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കൊടുക്കണം. 3 അപ്പോസ്തലപ്രവൃത്തി 14:26 ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നല്ലോ. കണ്ടോ, അവിടെ ഭരമേൽപ്പിച്ചയച്ചത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ദൈവകൃപയിലാണ്. ആമേൻ. ദൈവകൃപയിൽ അങ്ങ് കാര്യങ്ങൾ അങ്ങ് കൊടുത്തോണം. ഇവർ അന്ത്യോക്യയിലേക്ക് പോയെന്ന് പറയുമ്പോൾ അവിടെ പറയുക, ആദ്യം അവരെ പറഞ്ഞയച്ചത് അന്ത്യോക്യയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവർ അവിടെ നിന്ന് അയക്കുമ്പോൾ ദൈവകൃപയിലാണ് അവരെ അയച്ചത്. ദൈവകൃപയിൽ അയച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു തീർക്കണോ
അതെല്ലാവരും നിവർത്തിച്ചെന്നാണ് വായിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാമേ. അപ്പോസ്തലപ്രവൃത്തി 14:26. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നല്ലോ. അപ്പോൾ ദൈവകൃപയിൽ ഭരമേൽപ്പിച്ചയച്ച കാര്യം ദൈവം നിവർത്തിക്കും. ആമേൻ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവവരങ്ങൾ കൊടുക്കുക മാത്രമല്ല, ദൈവകൃപയിൽ അങ്ങ് ഭരമേൽപ്പിച്ചോണം. ദൈവത്തിൻ്റെ കൃപ നിനക്ക് വേണ്ടി ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ. അതാണ് പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, നിനക്ക് ലോകത്തിൻ്റെ ഒന്നും വേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. അടുത്തത് അപ്പോസ്തലപ്രവൃത്തി 15:36-40 വരെയുള്ള വാക്യമാണ്. അതിനകത്തെ 39 വാക്യത്തിനകത്തും ഇതേ കാര്യം പറയുന്നത്. പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ പരമേൽപ്പിക്കപ്പെട്ടു. അതേ പ്രിയരെ, നിൻ്റെ വഴി ദൈവത്തിൻ്റെ കൈ കൊടുക്കേ, പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കൊടുക്കേ, ദൈവ കൃപയിൽ പരമേൽപ്പിക്കേ. അവസാനമായി പറയുന്നു അപ്പോസ്തലപ്രവൃത്തി 20:32, നിങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കൃപയിൽ, അടുത്തത് പറയുന്നു വചനത്തിൽ പരമേൽപ്പിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അസാധാരണമായതാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം. സകലത്തെയും സൃഷ്ടിച്ചത് വചനത്താലാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനമാണെങ്കിൽ, ജീവനും ചൈതന്യമുള്ളത് വചനമാണെങ്കിൽ, അതിവേഗം സഞ്ചരിക്കുന്നത് വചനമാണെങ്കിൽ, സൃഷ്ടിപ്പ് നടത്തുന്നത് വചനമാണെങ്കിൽ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് വചനമാണെങ്കിൽ, വചനത്തിൽ കാര്യങ്ങളെ കൊടുക്കുക. ആമേൻ. സ്തോത്രം. 1 പത്രോസ് 4:19, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേർ താല്പര്യപ്പെടുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു, നിൻ്റെ ഭാരം, നിൻ്റെ വിഷയം, നിൻ്റെ പ്രതിസന്ധി, നിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, എത്ര വലുതാകട്ടെ, എത്ര ചെറുതാകട്ടെ, എത്ര അസാധ്യമാകട്ടെ, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്നതാകട്ടെ, ആ കാര്യത്തെ ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. നിൻ്റെ വഴി കൊടുക്കുക, നിൻ്റെ പ്ലാനിങ് കൊടുക്കുക, നിൻ്റെ ചിന്ത കൊടുക്കുക, നിൻ്റെ ആശങ്ക കൊടുക്കുക, നിൻ്റെ ആകുലത കൊടുക്കുക, നിൻ്റെ ഭാരം കൊടുക്കുക. അവൻ നിന്നെ പുലർത്തും. നീ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിൻ്റെ വഴി ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. മനുഷ്യരോട് പ്രതികരിക്കേണ്ട, വഴക്കിന് പോകണ്ട. നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുക. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഭരമേൽപ്പിക്കുക. കൃപയിൽ ഭരമേൽപ്പിക്കുക. വചനത്തിൽ ഭരമേൽപ്പിക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവശബ്ദം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് ഉദ്ദേശത്തോടെ സ്വർഗത്തിൽ നിന്ന് വചനം അയക്കപ്പെട്ടോ അതേ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണം, ആ കാര്യത്തിൻ്റെ പൂർത്തീകരണം ഈ ശബ്ദം കേട്ട സകല വ്യക്തികളുടെ മേലും അങ്ങ് ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ കാര്യങ്ങളെ ഭരമേൽപ്പിക്കാനുള്ള മനസ്സിൻ്റെ വ്യക്തികൾക്ക് കൊടുക്കണം. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഭരമേൽപ്പിക്കാൻ, കൃപയിൽ ഭരമേൽപ്പിക്കാൻ, വചനത്തിൽ ഭരമേൽപ്പിക്കാൻ, വഴി ഭരമേൽപ്പിക്കാൻ, നീതിയോടെ ന്യായം വിധിക്കുന്നവൻ്റെ ഈ കാര്യം കൊടുക്കാൻ നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പുലർത്തണമേ. കുലുങ്ങിപ്പോകാൻ അങ്ങ് സമ്മതിക്കരുതേ കർത്താവേ. പിശാച് മുതലെടുക്കാൻ അങ്ങ് സമ്മതിക്കരുതേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുവനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.